വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. സോ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് നിങ്ങൾ പഠിക്കണ്ടാവും. സോ ചിലത് പ്ലാന്റ് ഹോർമോൺസ് തന്നെയാണ്. സോ നമ്മൾ ഒരു ചെടിക്ക് വെള്ളവും വളവും മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ചില സമയത്ത് ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സും ഇത് കോർഡിനേറ്റിന് വളരെ അത്യാവശ്യമാണ്. ആ ഒരു മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ ഗ്രോ ചെയ്യാനും അല്ലെങ്കിൽ അത് കുറയ്ക്കാനും അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് പ്ലാന്റിനെയൊക്കെ അതിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കേണ്ട ആവശ്യം വന്നേക്കും. അതൊക്കെ വരുന്ന കോമ്പോണൻസുകളും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പറയാം. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഡുവൽ ആക്ഷൻ ഉണ്ട്. സോ എന്താണ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് നോക്കാം. സോ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൽ സെൽ ഡിവിഷൻ നടത്തുക, സെൽ എൻലാർജ്മെന്റ് നടത്തുക, ഫ്ലവറിംഗ് നടത്തുക, ഫ്രൂട്ടിംഗ് നടത്തുക, ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൊമോട്ടേഴ്സ് എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. എന്തിനാ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്ക് വലുതായിട്ട് വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അധികം നമുക്ക് വളർച്ച അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമല്ലോ. ആ സമയം നമ്മൾ എന്ത് ചെയ്യിപ്പിക്കും, നമ്മൾ അതിൻ്റെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ തളർത്തണം. അതിന് നമ്മൾ അബ്സിഷൻ എന്ന് പറയും. അതായത് ഇപ്പം ലീവ്സ് നമുക്ക് ഒരുപാട് ഇപ്പം വേണ്ട, ഇപ്പം വരാൻ പോകുന്നൊരു വേനൽക്കാലമാണ്. ഈ വേനൽക്കാലത്ത് അധികം ലീവ്സ് വേണ്ട, അല്ലെങ്കിൽ വെള്ളം നഷ്ടപ്പെട്ട് പോകും തോന്നുവാണെങ്കിൽ നമുക്ക് ലീവ്സിന് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് പൊഴിച്ച് കളയാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുക. പിന്നെ ഡുവൽ ആക്ഷൻ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരേ സമയത്ത് ഗ്രോത്തും ഒരേ സമയത്ത് ഇൻഹിബിഷൻ അല്ല. എക്സാമ്പിൾ എത്തിലിൻ ആണ്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എത്തിലിൻ പോലുള്ള കോമ്പൗണ്ട്സിന് അതിൻ്റെ ആക്ഷൻ കാണിക്കുക. നിങ്ങൾക്ക് കുറയ്ക്കണോ വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണോ വേണമെങ്കിൽ കുറയ്ക്കാം. സോ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ഓക്സിൻ, ഗിബ്രലിൻ, സൈറ്റോക്കിൻ ഒക്കെ. ആൻഡ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ അബ്സിസിക് ആസിഡ്. നിങ്ങളിത് +2 ഓൾറെഡി നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത് കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സിൻ ആണ്. ഓക്സിൻ കണ്ടുപിടിച്ച കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. ഓക്സിൻ ഫസ്റ്റ് ഗ്രോത്ത് ഹോർമോൺ ആണ്, ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു ഗ്രോത്ത് ഹോർമോൺ ആണ്. സോ ചാൾസ് ഡാർവിനും ആൻഡ് സൺ ഓഫ് ഫ്രാൻസിസും അയാളെ പുള്ളിക്കാരൻ്റെ മകൻ ഫ്രാൻസിസും ആയിട്ടാണ് സോ കെർണി ഗ്രാസിൽ കണ്ടുപിടിക്കുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തത്. അതിനുശേഷം ഐസൊലേഷൻ ചെയ്തത് വെന്റ് ഐസൊലേറ്റ് ആണ്. ഫസ്റ്റ് ഓക്സിൻ ചെയ്യുന്നത് വെന്റ് ആണ് ബേസിക്കലി ഐസൊലേറ്റ് ചെയ്യുന്നത്. സോ പുള്ളിക്കാരനാണെങ്കിൽ ഓട്ട് സീഡ്ലിങ്സും ബിൽഡിംഗ് സീഡ്ലിങ്സും ഒക്കെയാണ് പിന്നെ കണ്ടുപിടിക്കുന്നത്. സോ ടിപ്പിക്കൽ ഐഡന്റിഫൈഡ് ബേസിക്കലി ഓക്സിൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ലൈക്ക് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA എന്നും സിന്തറ്റിക് വൺ ലൈക്ക് നാഫ്തലിൻ, അത് NAA അല്ലെങ്കിൽ നാഫ്തലിൻ അസറ്റിക് ആസിഡ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ പിന്നെയും ഫർദർലി സ്റ്റഡീസുകൾ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ടൈപ്പ് ഓഫ് ഓക്സിൻസ് ആണ്. സോ ബേസിക്കലി ഓക്സിൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ടോട്ടലി നമുക്ക് IAA എന്നും NAA എന്നുമാണ്. അത് നാച്ചുറൽ ഓക്സിൻ ലൈക്ക് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA ആൻഡ് സിന്തറ്റിക് വൺ ലൈക്ക് നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ഇത്രയുള്ള ഓക്സിനെ പറ്റി പറയാൻ. സോ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഫ്ലവറിംഗ് പ്രൊമോഷൻ, ഫ്ലവറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ പൈനാപ്പിൾ ഫ്രൂട്ട് പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. റൂട്ടിംഗ് സ്റ്റിമുലേഷൻ, റൂട്ടിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റെം കട്ടിംഗ് ഒക്കെ ചെയ്യാറില്ലേ, ആ സമയത്തൊക്കെ പ്ലാന്റിൽ കൂടാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ആൻഡ് ഫ്രൂട്ട് റിട്ടൻഷൻ, ഫ്രൂട്ട്സുകൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോവാതെ അവിടെ തന്നെ നിന്ന് പ്രോപ്പറായിട്ട് നിൽക്കാനും ലീഫ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് വീഡ് കൺട്രോൾ ലൈക്ക് സിന്തറ്റിക് ഓക്സിൻ ലൈക്ക് 2,4-DR വൈഡ്ലി യൂസസ് ഹെർബിസൈഡ്സ്. അതായത് നമ്മുടെ ഈ എക്സ്ട്രാ വരുന്ന പ്ലാന്റുകളില്ലേ അല്ലെങ്കിൽ കളച്ചെടികളിലെ കളയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഓക്സിൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പം എന്താണ് ഫ്ലവറിംഗ്, റൂട്ട് സ്റ്റിമുലേഷൻ, ഫ്രൂട്ട് റിട്ടൻഷൻ ആൻഡ് വീഡ് കൺട്രോൾ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്റ്റീവ് ആപ്ലിക്കേഷൻ നിർബന്ധം നിങ്ങൾ പഠിക്കണം. സോ നെക്സ്റ്റ് വൺ ഈസ് ഗിബ്രലിൻ ആണ്. എലോങ്ങേഷൻ എക്സ്പേർട്ട് എന്നാ പറയുക കേട്ടോ. കാരണം വെച്ചാൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഗിബ്രലിൻ. സോ ഗിബ്രലിൻ ഡിസ്കവർ ചെയ്യുന്നത് ബേക്കൺ അല്ലെങ്കിൽ ബേക്കൺ ഡിസീസ് ഇൻ റൈസ് സീഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. അതൊരു ഫംഗസ് ലൈക്ക് ഗിബ്രല്ല എന്ന് പറയുന്നൊരു ഫംഗസ് ആയിട്ട് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ കാണുകയും അങ്ങനെ ഫർദർലി ആണ് നമ്മുടെ ഈ ഗിബ്രലിൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഗിബ്രലിൻ വിൽ ഡിസ്കവർ ടു ദ സ്റ്റഡി ഓഫ് ദ ബേക്കൺ ഡിസീസ് ഇൻ റൈസ് സീഡ്ലിംഗ് കോസ്ഡ് ബൈ ദ ഫംഗസ് ഗിബ്രല്ല എന്ന് പറയുന്ന ഒരു ഫംഗസ് വഴി ഉണ്ടായിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. സോ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂക്രോസ് ഐഡന്റിഫൈഡ് ഗിബ്രലിക് ആസിഡ് ആസ് ദ ആക്റ്റീവ് സബ്സ്റ്റൻസ് കോസിംഗ് ഡിസീസ് സിംപ്റ്റം. ഈ ഒരു ഡിസീസ് ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ഗിബ്രലിക് ആസിഡ് ആണ് എന്ന് പിന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 100-ൽ പരം കൂടുതൽ ടൈപ്പ് ഓഫ് ഗിബ്രലിന് പല ഓർഗാനിസം അല്ലെങ്കിൽ ഫംഗി പോലുള്ള ഹയർ പ്ലാന്റുകളിൽ, ഫംഗി ടു ഹയർ പ്ലാന്റ്സിൽ വരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗിബ്രലിൻസ് കണ്ടുപിടിച്ചു. എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, നീളം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ഒരു ഇൻഫെക്ഷൻ വന്നു
വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഫംഗസ് ഇലോങ്ങേറ്റ് ആവും, നീണ്ടു പോകട്ടോ. അങ്ങനെയാണ് ഈ ഗിബ്രലിൻ കണ്ടുപിടിച്ചത്. സോ എഫക്റ്റീവ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ ഇസ് ആക്സസ് എലോങ്ങേഷൻ ആണ്. ലെങ്ത് കൂട്ടാൻ, പ്ലാന്റ്സിന്റെ ആക്സിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി, ഗ്രേപ്പ് സ്റ്റാൾക്ക്, ഇപ്പൊ ഗ്രേപ്പിന്റെ ഒക്കെ സ്റ്റാൾക്ക് കൂടാൻ വേണ്ടി, ഫ്രൂട്ടിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഗിബ്രലിൻ യൂസ് ചെയ്യാറുണ്ട്. ഫ്രൂട്ടിന്റെ ഷേപ്പ് ലൈക്ക് ആപ്പിളൊക്കെ നല്ല ഷേപ്പായിട്ട് തുടുത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ ബേസിക്കലി ഈ മാൾട്ടിങ് ഇല്ലേ, മാൾട്ടിങ് പ്രോസസ്സ്, ബിയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാൾട്ടിങ് ചെയ്യില്ല, ആ ഒരു പ്രോസസ്സിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ക്രോപ്പ് ബിൽഡിങ്, ഗിബ്രലിൻ ഓൾറെഡി അറിയാമല്ലോ, ഇപ്പോൾ ഷുഗർ ക്രെയിനിലൊക്കെ ഇപ്പോൾ ലെങ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാം, ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീളം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഷുഗർ കെയിൻ്റെ ഒക്കെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ആക്സിലോങ്ങേഷൻ, ഫ്രൂട്ട് ഷേപ്പ്, ഇൻഡസ്ട്രിയൽ യൂസ് ആൻഡ് ക്രോപ്പ് ഈൽഡ് ആണ്. സിമ്പിൾ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ സൈറ്റോക്കിൻ. സൈറ്റോ മീൻസ് സെല്ല്, ഇത് മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ. സോ സൈറ്റോക്കിൻ ഡിസ്കവർ ചെയ്യുന്നത് എഫ് സ്കൂജും പുള്ളിക്കാരൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ബേസിക്കലി ഈ ഒരു വൈൽ സ്റ്റഡിങ് കാലസ് ഫോർമേഷൻ ടൊബാക്കോ പ്ലാന്റ്. സോ ടൊബാക്കോ പ്ലാന്റിൽ കാലസ് ഫോർമേഷൻ എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന സമയത്താണ് ഈ സൈറ്റോക്കിൻ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിക്കുന്നത്. സോ ബേസിക്കലി സെല്ലിന്റെ പ്രോലിഫറേഷൻ, സെല്ലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പ്രോലിഫറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സൈറ്റോക്കിൻ. മീൻസ് സൈറ്റോ മീൻസ് സെല്ല്, അങ്ങനെ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ നാച്ചുറൽ സോഴ്സ് ഓഫ് സൈറ്റോക്കിൻ ലൈക്ക് സീറ്റിൻസ് ഫൗണ്ട് ഇൻ റൂട്ട്, ആപ്സിസ് ആൻഡ് ഡെവലപ്പ് ഷൂട്ട് ബഡ് ഏരിയ ഓഫ് റാപ്പിഡ് സെൽ ഡിവിഷൻ പ്ലാന്റ്. സോ ഈ ഷൂട്ടിന്റെ ബഡ്സുകളില്ലേ, ബഡ്സിലാണല്ലോ പെട്ടെന്ന് സെല്ല് ഡിവൈഡ്, ഇങ്ങനെ ബഡ്സിന്റെ അറ്റത്ത് ഇവിടെ സെല്ലിങ്ങനെ എൻലാർജ് വലിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബഡുകളിലാണ് കൂടുതലായിട്ട് സൈറ്റോക്കിൻ കാണുക എന്നാണ് കണ്ടുപിടിച്ചത്. പിന്നെ സിന്തറ്റിക് വെറൈറ്റീസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. സോ പ്ലാന്റിന്റെ ഗ്രോത്തിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈറ്റോക്കിൻ്റെ ഒരുപാട് സിന്തറ്റിക് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ സൈറ്റോക്കിൻ എന്തൊക്കെയാണ് എഫക്റ്റ്? ഒന്ന് ലീഫ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഫോർമേഷൻ. സോ ന്യൂ ലീവ്സ് ഉണ്ടാക്കാനും ലീവ്സിലെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാക്കാനും ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ലാറ്ററൽ ഗ്രോത്ത് ആണ്. അതായത് ലാറ്ററൽ ഷൂട്ട് ഗ്രോത്തും അല്ലെങ്കിൽ ഷൂട്ട് ഫോർമേഷൻ, പ്ലാന്റിന്റെ ആ ഒരു ആർക്കിടെക്ചർ, ആ ഒരു മോർഫോളജിക്കൽ ക്യാരക്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോക്കിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പിക്കൽ ഡോമൻസി, സൈറ്റോക്കിൻ ആണെങ്കിൽ എപ്പിക്കൽ ഡോമൻസ് കാണിക്കാറുണ്ട്. അലോ ഫോർ ബുഷിയ പ്ലാന്റ് ഗ്രോത്ത്, ഭയങ്കര ബുഷിയായിട്ട് ഇങ്ങനെ ഭയങ്കര നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് സൈറ്റോക്കിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ന്യൂട്രിയൻ മൊബിലൈസേഷൻ ആണ്. ന്യൂട്രിയൻ മൊബിലൈസേഷൻ ആണ്, അതായത് ഈ ഹോർമോൺസ് ആണെങ്കിൽ ന്യൂട്രിയൻ മൊബിലൈസേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഈ പ്രായമാവുക അല്ലെങ്കിൽ ഈ ചെടികൾ പ്രായമായി നശിച്ചു പോവില്ല, അതിനെ കുറക്കുവാണ്, ആ ഒരു ഡ്യൂറേഷനെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി നെക്സ്റ്റ് വൺ ഈസ് അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് വാസ് ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്കവർഡ് ബൈ 3 റിസർച്ച് ഗ്രൂപ്പ് ഇനിഷ്യലി നെയിംഡ് ഇൻഹിബിറ്റർ എ, അബ്സിഷൻ 2 ആൻഡ് ഡോമിൻ. അതായത് 3 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചൊരു സാധനമാണ് എന്ത്, അബ്സിസിക് ആസിഡ്. അപ്പോൾ അവർ 3 പേര് കൊടുത്തു. ഇൻഹിബിറ്റർ ബി എന്ന് കൊടുത്തു, അബ്സിഷൻ 2 എന്ന് കൊടുത്തു, ഡോമിൻ എന്ന് പറഞ്ഞിട്ട് 3 പേരുകൾ കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് യൂണിഫിക്കേഷൻ, പിന്നെ അതിനുശേഷം ഈ 3 കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ കെമിക്കലി ഐഡന്റിക്കൽ ആയതുകൊണ്ടും ഒരേ പേരായതുകൊണ്ടും, ബിക്കോസ് 3 പേരാണ് പറയാൻ പാടാണ്, അപ്പൊ ഐഡന്റിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അബ്സിസിക് ആസിഡ് എന്ന് ഒരു പേര് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആന്റഗോണിസ്റ്റിക് റോളാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഗിബ്രലിക് ആസിഡ് എന്ത് ചെയ്യാറുണ്ട്, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അബ്സിസിക് ആസിഡ്. സ്ട്രെസ് ഹോർമോൺ എന്ന് മറ്റൊരു പേര് നമ്മൾ പറയാറുണ്ട്. സോ എഫക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന് ഗ്രോത്ത് ഇൻഹിബിഷൻ ആണ്, അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ, അല്ലെങ്കിൽ പ്ലാന്റിനെ കൂടുതൽ വളരാൻ അനുവദിക്കാതെ മെറ്റബോളിസം ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആര് പോവുക, ഈ അബ്സിസിക് ആസിഡ് ചെയ്യുന്നത്. ആൻഡ് സ്ട്രെസ് റെസ്പോൺസ്, അതായത് ഇറ്റ് ഇൻക്രീസ് പ്ലാന്റ് ടോളറൻസ് ടു വേരിയസ് സ്ട്രെസ് ഏർണിംഗ് ഇൻ നിക്നെയിം സ്ട്രെസ് ഹോർമോൺ. അതായത് ഈ പ്ലാന്റിന്റെ ഗ്രോത്ത് അധികമായി വരുമ്പോൾ ബേസിക്കലി പ്ലാന്റിന് സ്ട്രെസ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ, ഇറ്റ് ഇൻക്രീസ് പ്ലാന്റ് ടോളറൻസ് ടു വേരിയസ് സ്ട്രെസ്. കണ്ടോ, പല സ്ട്രെസ്സിൽ നിന്ന് പ്ലാന്റിന് എന്ത് ചെയ്യാം, ആ ഒരു ഒഴിവാക്കാൻ വേണ്ടി അധികമായി വളരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം അധികമായിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളമില്ല അല്ലെങ്കിൽ സമ്മർ സീസൺ ആണ്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ അബ്സിസിക് ആസിഡ് വരുന്നു, ലീഫ് കൊഴിച്ച് കളയുന്നു, അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് നഷ്ടപ്പെട്ടു പോയി അല്ലേ. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രോമൽ റെഗുലേഷൻ ആണ്. സോ സ്ട്രോമ കുറേ നേരം ക്ലോസ് ചെയ്യുന്ന, ഈ സ്റ്റൊമാറ്റോ ഇല്ലേ, ഈ സ്റ്റൊമാറ്റോ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വെള്ളം എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു.
ചെയ്യുന്നു. ആൻഡ് സീഡ് ഡെവലപ്മെൻറ്റ്, ചില സമയത്ത് സീഡ് മെച്യൂറായി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫേവറബിൾ കണ്ടീഷനിൽ മാത്രം ജെർമിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അബ്സിസിക് ആസിഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് വെറുതെ തോന്നുമ്പോൾ പൊഴിച്ച് കളയുക അല്ലെങ്കിൽ വെറുതെ തോന്നുമ്പോൾ കിളിർക്കുക എന്നുള്ള പരിപാടിയല്ല, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു കണക്കിന് നല്ലതല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് എത്തിലിൻ ആണ്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ വേഴ്സറ്റൈൽ ആണ്, രണ്ട് ആക്ഷനും ഉണ്ട്. സോ എത്തിലിനെ ആക്സിഡൻ്റിലാണ് ഡിസ്കവർ ചെയ്യുന്നത്. അതായത് റിസർച്ചേഴ്സ് ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് റൈപ്പായിട്ടുള്ള ഓറഞ്ചിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് കാണുകയും അതാണ് ഈ പഴുക്കാനായിട്ട് സഹായിക്കുന്നു എന്നും പറഞ്ഞ് കണ്ടെത്തിയ സാധനമാണ് എത്തിലിൻ. സോ ഐഡന്റിഫിക്കേഷൻ പറയുവാണെങ്കിൽ എത്തിലിൻ ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ്, ഒരു ഗ്യാഷ്യസ് സാധനമാണ്, ഗ്രോത്ത് റെഗുലേറ്റർ ആണ് കേട്ടോ. സോ നാച്ചുറൽ പ്രൊഡക്ഷൻ ഉണ്ട്, അതായത് റൈപ്പൻ ഫ്രൂട്ട്സിലൊക്കെ അധികം കാണാറുണ്ട് എന്നുള്ളതാണ്. ലാർജ് എമൗണ്ട് ഓഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ റൈപ്പൺ ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു എത്തിലിൻ എന്ന് പറയുന്നത് അധികം ഏജ് ആകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് എത്തിലിൻ. സോ എഫക്റ്റ് പറയുവാണെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ഹൊറിസോണ്ടൽ ഗ്രോത്ത്, അതായത് യൂസ്ഡ് ഇൻ ഡീപ് വാട്ടർ റൈസ് കൾട്ടിവേഷൻ. സോ നമ്മളെ ഹൊറിസോണ്ടൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ് വാട്ടർ റൈസ് കൾട്ടിവേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ട്, എൻഹാൻസ് ഫ്രൂട്ട് റൈപ്പനിങ്, നമുക്കറിയാം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലവറിങ് ഉണ്ടാകാൻ വേണ്ടി മാംഗോ പൈനാപ്പിളിലൊക്കെ ഫ്ലവറിങ് ഇനിഷ്യേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് പ്രൊമോട്ട് അബ്സിഷൻ, ലീഫൊക്കെ ഡ്രോപ്പ് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ സമ്മർ സമയത്തൊക്കെ നമുക്ക് വെറുതെ വെള്ളം ഇല്ലല്ലോ, ആ സമയത്ത് നമുക്ക് ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ എന്താണ് ഹൊറിസോണൽ ഗ്രോത്ത്? സോ ഹൊറിസോണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സീഡ്ലിങ്സിൽ നോർമലി ഹൊറിസോണൽ ഗ്രോത്ത് കാണിക്കാറുണ്ട്. സോ ഹൊറിസോണൽ റൂട്ടിംഗ് സിസ്റ്റം ആൻഡ് റൂട്ട് വിത്ത് അഡ്വൻറ്റേജസ് ഷൂഡ് കോൺട്രിബ്യൂട്ട് പ്ലാന്റ് റീപ്രൊഡക്ഷൻ ബൈ ബ്രാഞ്ചിങ് സബ്സിക്വൻ്റ്ലി ഫോമിംഗ് റാമൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റൂട്ടിംഗ് യൂണിറ്റ്. അതായത് ഈ പ്ലാന്റ് ഇങ്ങനെ റൂട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ സബ് ബ്രാഞ്ചൊക്കെ വരില്ലേ, ബ്രാഞ്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ബേസിക്കലി എത്തിൽ നമുക്ക് ചെയ്യുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ജനറ്റിക് വേരിയേഷൻ ഇൻ പ്ലാന്റ് ഗ്രോത്ത്. സോ അതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഹോർമോൺസ് എല്ലാം ഒന്ന് ഓടിച്ച് പറയാം. സോ സിമ്പിളാണ്, ഒന്നുമില്ല. സോ ഫസ്റ്റ് വൺ നമ്മൾ ഓക്സിജൻ പഠിച്ചു. ഓക്സിജൻ നമുക്ക് രണ്ട് IAA ഉണ്ട്, NAA ഉണ്ട്. ഫ്ലവറിങ് ആയാലും റൂട്ടിങ് സ്റ്റിമുലേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗിബ്രലിൻ ഞാൻ പറഞ്ഞു എന്താണ്, സോ 100 തരം ഗിബ്രലിൻസ് അവൈലബിൾ ആണ്. സോ ആക്സിസ് എലോങ്ങേഷൻ, ഫ്രൂട്ട് ഷേപ്പിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സൈറ്റോക്കിൻ സെല്ലാണ്, മറന്നുപോയത് പ്രോലിഫറേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ സബ്സിസിക് ആസിഡ് ആണ്. സോ 3 പേരുകൾ കണ്ടുപെട്ടു, പിന്നെ അത് ഒറ്റ പേരിലേക്ക് മാറുകയാണ് ചെയ്തത്. ആന്റഗോണിസ്റ്റിക് റോൾ ആണ്, ഇൻഹിബിഷൻ ആണ്, സ്ട്രെസ് ഹോർമോൺ എന്നറിയാറുണ്ട്. ആൻഡ് എത്തിലിനാണ്. സോ ഓറഞ്ചിലാണ് കണ്ടുപിടിച്ച ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണ്, റൈപ്പൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ജനറ്റിക് വേരിയേഷൻ നോക്കിയാലോ. സോ ജനറ്റിക് വേരിയേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്, ദീസ് ആർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നത്, ഫസ്റ്റ് വൺ ഇസ് ഫിനോടൈപ്പിക് വേരിയേഷൻ. ദീസ് ആർ നോൺ പെർമനന്റ് ചേഞ്ച് ഡ്യൂ ടു എൻവയോൺമെന്റൽ ഫാക്ടർ നോട്ട് ഹെറിഡിറ്ററി ഇൻ നേച്ചർ. ഇത് നമുക്ക് നോൺ പെർമനന്റ് ചേഞ്ച് ആണ്, ദാറ്റ് മീൻസ് നമുക്ക് റിവേഴ്സ് ചെയ്യാം. സോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന ഒരു ചേഞ്ചിന് അല്ലെങ്കിൽ വേരിയേഷന് നമ്മൾ ഫിനോടൈപ്പിക് വേരിയേഷൻ എന്ന് നമ്മൾ പറയുക. സോ നോട്ട് ഹെറിഡിറ്ററി ഇൻ നേച്ചർ, നമുക്ക് എന്താണ് അച്ഛൻ്റെ നിന്ന് അമ്മേൻ്റെ നിന്ന് കിട്ടുന്ന ടൈപ്പ് അല്ല, ഇതെന്താണ് നോൺ പെർമനന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ജനറ്റിക് വേരിയേഷൻ ആണ്, പെർമനന്റ് ആയിട്ട് ഹെറിഡിറ്ററിയോടെ മാറുന്ന ജനറ്റിക് മെറ്റീരിയൽ പ്രശ്നമുള്ളത് കൊണ്ട് എവല്യൂഷണറി ചേഞ്ച് വരുന്ന സാധനമാണ് ജനറ്റിക് വേരിയേഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് മ്യൂട്ടേഷൻ ആണ്. ഇത് ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ്. ഇവിടെ പോയിന്റ് മ്യൂട്ടേഷൻ, സ്പോണ്ടിനസ് മ്യൂട്ടേഷൻ, ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്. സോ ബേസിക്കലി ഇത് കെമിക്കൽ അല്ലെങ്കിൽ റേഡിയേഷൻ കാരണം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ് എന്ത്, ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസിനകത്ത് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഫിനോടൈപ്പിക് വേരിയേഷൻ, ജനറ്റിക് വേരിയേഷൻ, മ്യൂട്ടേഷൻ ടൈപ്പ്. സോ ഫിനോടൈപ്പിക് വേണമെങ്കിൽ 2 മാർക്കൊക്കെ ചോദിക്കാം കേട്ടോ. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എക്സാമ്പിൾ ക്രോമസോമൽ മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു, ക്രോമസോംസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ പറയാൻ പോകുന്ന ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ് പറയാൻ പോകുന്നത്. സോ ക്രോമസോമൽ മ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുന്ന മാറ്റമാണ്, ചേഞ്ച് ആണ്. 2 പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ഇവിടെ ചെറിയ സ്മാൾ പോയിന്റ് ഓഫ് DNA ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, നമ്മുടെ DNA ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. 2 സ്പോണ്ടേനിയസ് ആണ്. അവിടെ സഡൻ ആയിട്ട് അൺനോൺ റീസൺ കാരണം ഉണ്ടാകുന്നതിന് നമ്മൾ സ്പോണ്ടേനിയസ് ചേഞ്ച് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ആണ്. ഇവിടെ എന്താണ്, ഏതെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്.
അപ്പം അത് മേ ബി ഇപ്പോൾ എക്സാമ്പിൾ വേരിയസ് കെമിക്കൽ ഫാക്ടേഴ്സ് ഫോർമാലിഡിഹൈഡ്, നൈട്രോജൻ മസ്റ്റാർഡ് പോലെയുള്ളതൊക്കെ കാരണത്താൽ ഉണ്ടാകുന്നതാണ് ഈ കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പോളിപ്ലോയിഡി ആണ്. എന്താ പോളിപ്ലോയിഡി? സോ പോളിപ്ലോയിഡി ഈസ് എ സ്റ്റേറ്റ് വെയർ സെൽ ഓർ ഓർഗാനിസം കണ്ടെയ്ൻ മോർ ദാൻ 2 സെറ്റ് ഓഫ് ക്രോമസോം. ശ്രദ്ധിക്കണേ, 2 സെറ്റ് ഓഫ് ക്രോമസോം അധികമാവുകയാണ് ഇൻ മൾട്ടിപ്പിൾ സീരീസ്, അതായത് 3x 4x 5x എന്ന് പറയുന്ന മൾട്ടിപ്പിൾ സീരീസിൽ ഇങ്ങനെ പോളിപ്ലോയിഡ് ഉണ്ടാവുകയാണ്. ഇത് ഒരു കണക്കിന് നമുക്ക് ഉപകാരം തന്നെയാണ്, കാരണം നമുക്ക് പുതിയ സെറ്റ് ഓഫ് സ്പീഷീസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. സോ ഇവിടെ തന്നെ ട്രൈപ്ലോയിഡ് ഉണ്ട്, അതായത് സെറ്റ് ഓഫ് 3x നമ്മൾ ട്രൈപ്ലോയിഡ് എന്ന് പറയും. പിന്നെ ടെട്രാപ്ലോയിഡ് ആണ് 4x വരിക, ആൻഡ് പെൻറ്റാപ്ലോയിഡ് 5x എന്ന് വരും, ആൻഡ് ഹെക്സാപ്ലോയിഡ് 6x എന്ന് വരും. സോ ഇതിന് അതിൻ്റെതായ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒക്ട ഉണ്ട്, ഡെക്ക ഉണ്ട്, ഡിയോഡക്ക് ഉണ്ട്, 12 സെറ്റ് ഓഫിൽ വരെ വരാറുണ്ട്. സോ ഇത് 12x വരെ വരും കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം, പേപ്പർ നിറക്കാൻ പറ്റും. സോ നിങ്ങളിത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതിയായിരിക്കും. സോ കോസ് വരുന്നത് മിക്കവാറും സെൽ ജനറേഷൻ എറർ കാരണമോ അല്ലെങ്കിൽ ഫിസിക്കൽ ഏജന്റ് ലൈക്ക് ടെമ്പറേച്ചർ ഷോക്ക്, കെമിക്കൽ ഏജന്റ് കാരണമൊക്കെയാണ് നോർമലി ഈ ഒരു പ്രശ്നം വരാറുള്ളത്. അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു, പുതിയ അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഡെത്യൂറസ് ട്രൊമോണിയം, അട്രോപ്പ ബെല്ലാഡോണ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ പ്ലാന്റ് സ്പീഷീസ് ആണ്. ഇവരിലൊക്കെ പോളിപ്ലോയിഡ് കണ്ട സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ട്രോപ്പൈൻ ആൽക്കലോയിഡ് കണ്ടന്റ് ഹയർ എമൗണ്ടിൽ കണ്ടു എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. സോ ഇത് റെഫറൻസ് ടെക്സ്റ്റ് നോക്കിയാൽ മതി, അതിനകത്ത് എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ് ആണ്. സോ നമുക്ക് പ്ലാന്റുകൾ ചില സമയത്ത് സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്ലാന്റ് സീഡ്ലിങ്സ് സൂക്ഷിക്കേണ്ടി വരും. ബേസിക്കലി അത് നമുക്ക് കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ എന്തിനു നമ്മൾ ചെയ്യേണ്ട ആവശ്യം? ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അത് നശിപ്പിക്കുന്നു. പിന്നെ ഡേഞ്ചർ വരാം, അല്ലെങ്കിൽ ചില പെറ്റ്സുകൾ സ്പീഷീസ് തിന്നു തീർക്കാം, ഡീഫോറസ്റ്റേഷൻ ഒക്കെ വരാം. സോ മെത്തഡ് ഓഫ് കൺസർവേഷനിൽ ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻസൈറ്റു ആൻഡ് എക്സൈറ്റു ആണ്. ഇൻസൈറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന് ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലൈക്ക് ലോക്കൽ കമ്മ്യൂണിറ്റി, ബയോസ്ഫിയർ റിസർവേഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ആൻഡ് എക്സൈറ്റീവ് കൺസർവേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യാൻ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഒരു ലബോറട്ടറി കൈൻഡ് ഓഫ് ഇൻവിട്രോ റീജനറേഷൻ, ക്രയോ പ്രിസർവേഷൻ, സെല്ലൊക്കെ പ്രിസർവ് ചെയ്യില്ല ആ ഒരു പരിപാടി, അല്ലെങ്കിൽ സ്റ്റോറേജ് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. സോ എക്സൈറ്റീവ് കൺസർവേഷൻ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊരു എക്സാമ്പിൾസ് ഞാൻ പറയാൻ പോകുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഇൻ വിട്രോ റീജനറേഷൻ. ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചാൽ പ്ലാന്റ്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർ ഡിസീസ് ഫ്രീ കണ്ടീഷനിൽ മാറ്റി നമ്മൾ ജനറേറ്റ് ചെയ്ത് ജനറ്റിക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? ഇൻ വൈട്രോ റീജനറേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ക്രയോ പ്രിസർവേഷൻ അല്ലെങ്കിൽ ക്രയോ ബാങ്ക് എന്ന് പറയുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്മൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. -196 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സീറോ മെറ്റബോളിസം, അവിടെ ഈ ടിഷ്യൂന് ഒന്നും നടക്കില്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നു, അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടാവുക. പിന്നെ ലോ ടെമ്പറേച്ചർ ജംപ്ലാസ്റ്റ് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പിന്നെ സീഡ് സ്റ്റോറേജ് മൊഡ്യൂൾസ്, ലോ പ്രഷർ സ്റ്റോറേജ്, ലോ ഓക്സിജൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻവിട്രോ ക്രയോ പ്രിസർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡിസീസ് ഫ്രീ കണ്ടീഷനായിട്ട് നമുക്ക് ജനറ്റിക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇലോബറേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.